ഈ സംസ്ഥാനത്ത് ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാൻ വളക്കൂറായി വന്ന പല സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള ആത്മഹത്യ, കടുത്ത ന്യൂനപക്ഷ വർഗീയത വളർത്താൻ വേണ്ടിയുള്ള ഒന്നിലധികം പാർട്ടികൾ ഇവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാത്തിനെയും ആശയപ്രകടനത്തിലൂടെ ഇല്ലാതാക്കിയത് ആരാ? ഞങ്ങളാണ്. ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്തു പുതിയ പുതിയ പാർട്ടികൾ. ഞാൻ ആ പാർട്ടികളുടെ പേര് വീണ്ടും പറഞ്ഞ് അവർക്ക് പ്രചാരം കൊടുക്കുന്നില്ല. എത്ര പാർട്ടികൾ ഇവിടെ തീവ്ര വർഗീയ സമീപനം, ലീഗിൻ്റെത് ഒരു പിന്നെ സൗഹാർദ്ദത്തിൻ്റെ താരാട്ട് പാടലാണ് എന്നും പറഞ്ഞ് പുതിയ പുതിയ എത്ര ഹാർഡ് സംഘടനകളോടുണ്ടായി. അതിനെ മുഴുവൻ LDFിൻ്റെ പ്ലാറ്റ്ഫോമിൽ അവർ കൊണ്ടു നടന്നില്ല. ഞങ്ങളതിനെ ശക്തമായി എതിർത്തു. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ മതേതര ഹൃദയത്തിൽ ഞങ്ങൾക്ക് സ്ഥാനം കിട്ടിയത്. ഞങ്ങളാണ് ഇതിനൊക്കെ ഇല്ലാതാക്കുന്നത്. ഇപ്പോഴും ഞങ്ങളാണ് ആ പണി ചെയ്തുകൊണ്ട് ഞങ്ങളിവിടെ മുഖ്യധാരയിൽ ഉറച്ചു നിന്ന് പ്രൂവ് ചെയ്ത പാർട്ടിയാണ്. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും നിരന്തരമായി ഇരുന്ന് യാതൊരു കുഴപ്പമില്ല എന്ന് മാറി മാറി വന്ന ശ്രീ കെ കരുണാകരനോടൊപ്പം, AK ആന്റണിയോടൊപ്പം, ഉമ്മൻചാണ്ടിയോടൊപ്പം, മാണി സാറോടൊപ്പം, അതുപോലത്തെ ഒക്കെ ഭരണകക്ഷി, പ്രതിപക്ഷത്തോ ഇരുന്ന് ഒരു കുഴപ്പമില്ല. പക്ഷെ അപ്പോഴൊക്കെ മൈനോറിറ്റി കാർക്ക് ഇടതുപക്ഷം കളിക്കുമ്പോൾ അവർ പുതിയ പുതിയ ഹാർഡ് സംഘടനകൾ ഉണ്ടാക്കിയതിനൊക്കെ ഇല്ലാതാക്കിയത് ഞങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ മതേതര മുഖം വീർതാക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ല എന്ന് ഞങ്ങൾ പറയും.